വെൽക്കം ബാക്ക് ടു E70 വ്ളോഗ്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആട്ടോ. അപ്പോൾ ഒരു കുട്ടി ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് കാര്യങ്ങളാട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കൊരു പർദ്ദ നോക്കാനുണ്ടായിരുന്നു. അതിനായിട്ടോ ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ട കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കയറി നോക്കിയൊന്നുമില്ല കേട്ടോ. നമുക്കൊന്നും വാങ്ങിക്കാനില്ല, ചുമ്മാ കയറേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ ഫുള്ള് ചുറ്റുണ്ടെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ വീഡിയോ എടുത്തുവെന്ന് മാത്രം. കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നില്ലേ ഷോപ്പ്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും ഇത്തിരി വലിയ കുട്ടികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ വരുന്നവർക്കാണെങ്കിൽ പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയായിരുന്നു കേട്ടോ. അപ്പം ഞാനും വാവയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളും ഇവളാട്ടോ. ഞങ്ങൾ 3 ആളും കൂടി കയറി. ഈ മോൾക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ ഞങ്ങളും കൂടെ കയറിയത്. ഇവന് ഇത്രയും കളിക്കാറൊന്നും ആയില്ലല്ലോ, കാരണം ഇവിടെയൊക്കെ കയറി ഇറങ്ങാനൊക്കെ കുറച്ചും കൂടി ഒന്ന് ആയാലേ പറ്റുള്ളല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ട്, ഒരു കൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കയറിയത്, ഒന്ന് പിടിച്ച് കയറ്റാനും ഒക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് പേടിയുണ്ട് കേട്ടോ, കാരണം അവനിങ്ങനെയൊക്കെ കയറുന്നത് ഫസ്റ്റ് ടൈമാണ്. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ നല്ല ആക്റ്റീവായി. പിന്നെ ഇതിൽ അമ്മമാർക്ക് കയറണതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 1 അവർ നമുക്കവിടെ പ്ലേ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഒന്നും ആയില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ച് അവശതയായിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ കുറേ നാളായില്ലേ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി കളിച്ചിട്ടൊക്കെ. മോള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ കയറി ഉടനെ തന്നെ ഓരോന്നിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഈ ഉള്ള ഗെയിംസിൽ പിള്ളേർ നല്ല ഹാപ്പിയാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പോൾ അവരതിൽ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല കേട്ടോ, ഞാനും കൂടി. നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നല്ലോ. അവിടെ കുറച്ച് അമ്മമാരൊക്കെ കയറിയിട്ടുണ്ട്. അവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴേ അമ്മമാരൊക്കെ കുറച്ച് കമ്പനി ആയിരുന്നു കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പ്രായമൊക്കെ മറന്നു പോകുമെന്ന് പറഞ്ഞ പോലെ. അപ്പം ഞങ്ങളും അവരുടെ കൂടെ കളിച്ചു. എനിക്ക് അവർ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ആ ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കവർ ചെയ്ത്. കാരണം നമ്മൾ കയറിയിട്ട് ഒന്നിലും കയറാതെ പോകരുതല്ലോ അടുത്തുള്ള ആക്ടിവിറ്റീസിലൊക്കെ. അപ്പോൾ എല്ലാത്തിലും കയറിയിട്ടുണ്ട്. മോന് കുറച്ചുകൂടി ഈ ബോൾസ് വെച്ച് കളിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഞങ്ങൾ സ്ലൈഡിലും ഒക്കെ ഞങ്ങൾ കയറിയായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവനെ പിടിച്ചേക്കുമായിരുന്നു, കാരണം കുറച്ചൊക്കെ വീഡിയോസ് ഞാനിതിൽ കയറിയതിൻ്റെയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു എന്ന് മാത്രം. പുറത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അവർ കട്ട പോസ്റ്റായിരുന്നു, കാരണം 1 മണിക്കൂർ വേണമല്ലോ ഇനി പുറത്തിറങ്ങാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള പിള്ളേർക്ക് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അവരൊറ്റയ്ക്ക്, കുഞ്ഞാണെങ്കിലും ഒറ്റയ്ക്ക് അങ്ങ് കയറുക, അങ്ങ് മറിയുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് കയറാറായില്ലല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആൾ എല്ലാത്തിലും ഒറ്റയ്ക്ക് കയറി തുടങ്ങും. ഇപ്പോൾ ഞാനും കൂട്ടിന് എല്ലാത്തിനും കൂടെ കൂടിയിട്ടോ. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരമാണെങ്കിലും പിള്ളേർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ഉച്ചയായിട്ട് ഇപ്പോൾ അവൻ്റെ കളിക്കൂട്ടുകാർ പുറത്ത് പോയി ഇങ്ങനെ കുട്ടികളെ കാണുന്നത് ആൾക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ അവരുടെ കൂടെ എൻജോയ് ചെയ്ത് കളിക്കുകയും ചെയ്തോളും. ഞങ്ങളിതാ 3 പേരും കൂടി നല്ലപോലെ ആ ഒരു ടൈം എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ മോൾക്ക് ചെറുതായിട്ട് ഉള്ളിൽ പനിയുടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അന്നേരത്തൊന്നും തോന്നിയില്ല കേട്ടോ. 2 പേരും നല്ല ഉഷാറായിരുന്നു. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ വന്നതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. എന്താ പറയുക, എന്തൊരു തിരക്കാന്ന് അവിടെ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. ഇവിടെ നല്ല തിരക്കുമുണ്ട്, പക്ഷേ കസ്റ്റമർ സർവീസും അടിപൊളിയാട്ടോ. നമുക്ക് എല്ലാ കാര്യത്തിനും അവർ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ഡെലിവർ ചെയ്തു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഉടൻ തന്നെ ഫുഡ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യും. നമ്മൾ ചെന്ന് കയറുമ്പോൾ ടേബിളൊന്നും ക്ലീൻ അല്ലെങ്കിൽ അവർ ആരാ ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അവരെ വിളിക്കുകയല്ലേ ചെയ്യുക സാധാ ഹോട്ടലിലൊക്കെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഏത് പൊസിഷനിലുള്ള സ്റ്റാഫാണെങ്കിലും അവരതൊക്കെ ക്ലീൻ ചെയ്യാനും കസ്റ്റമർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചറിയാനും ഒക്കെ റെഡിയാട്ടോ. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി.
ഞങ്ങളിത് സ്പെഷ്യലായിട്ടുള്ള പ്ലേറ്റ് ഷവർമയാട്ടോ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മയോണൈസ് ആണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ വേഗം കഴിച്ചു കേട്ടോ. മോൾക്ക് അവിടെ നല്ലപോലെ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും അടിച്ചപ്പോൾ ഇനിയിപ്പോൾ ആൾക്ക് വിറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തണുക്കുന്നതെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ പനിക്കാനുള്ള ചൂടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അധികം നേരം ചുറ്റിത്തിരിയാൻ നിന്നില്ല, വേഗം കഴിച്ചിട്ട് ഇതാ ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. ചെറിയ രീതിയിൽ എന്തോ ഒരു പനി വരുന്നു, പനി ഉണ്ടോ? അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ദാ ഞങ്ങൾ എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ആ പാഴ്സലാക്കിയിട്ടുണ്ട്. പിന്നെ ദാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ മോൾക്ക് ചെറുതായിട്ടൊന്ന് പനിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ അതിൻ്റെ ഒരു എഫക്റ്റ് അറിയുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ദാ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഔട്ടിങ് ദാ ഇങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.